ഇതിനെന്താ വില? 8 രൂപ. കത്രി, ആ എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്? ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണ്ടേ? ബംഗ്ലാവില് 100 കൂട്ടം പണികളാ. അയ്യോ, പണിയെടുത്ത് നിന്റെ പൂമേനിയാകെ തേഞ്ഞു പോയില്ലോ കത്രി. അയ്യോ, ദേ അന്തപ്പച്ചേട്ടൻ നിൽക്കുന്നോ? എന്താ? തക്കാളി. ഓ, ഇയാളെ കളിയായിരുന്നോ? അയ്യോ, അവൻ നിന്നെ കാണണ്ട, നീ നടക്ക്. അവൻ നിന്നെ ഫോളോ ചെയ്ത് വന്നതാണല്ലേ? അയ്യോ, എനിക്കറിയില്ല. അവൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? എനിക്ക് ആ കോന്തിന് ഇഷ്ടമേ അല്ല ചേട്ടാ. കത്രി, നിന്നോടൊത്ത് ജീവിക്കാൻ വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. അയ്യോ, മരിച്ച പിന്നെ നമ്മളെങ്ങനെ ജീവിക്കും? സോറി കത്രി, ഞാനിത് ഓർത്തില്ല. പിന്നെ ചേട്ടനൊന്ന് വാങ്ങിത്തന്ന സാരി ഒറ്റ അലക്കിന് കീറിപ്പോയി കേട്ടോ. ഓ, എന്നാ അലക്കായിരുന്നു അത്? ശരിക്കും ഒന്നും അലക്കും കൂടി ഇല്ല, പിഴിഞ്ഞപ്പോ തന്നെ കീറിപ്പോയി. അയ്യോ, ആ 40 കൊല്ലം പഴക്കമുള്ള ഏക സ്ഥാപനം എന്ന് എഴുതി വെച്ച കടയിൽ നിന്ന് വാങ്ങിയതല്ലേ? കീറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നീ വിഷമിക്കാതടി, കീറിയതിന് പകരം ഒരു സാരി 1 കൊല്ലം മാത്രം പഴക്കമുള്ള ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു തരാം. പിന്നെ ഇന്ന് രാത്രി ഞാനങ്ങ് വരും, നീ കതവ് തുറന്ന് കാത്തിരിക്കണം. കത്രി പൊയ്ക്കോളൂ, അവൻ കാണണ്ട. ഐ വിൽ കം ബാക്ക്. യു ഗോ. മോഹൻ ചേട്ടാ, ഇതൊന്നും എന്താ വില? കത്രി എവിടെ? കത്രി എവിടെ? ഓ, ഇത് വഴുതനെയാണല്ലോ ചേട്ടാ. കത്രി എവിടെ? നിന്റെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇത്രയും നേരം നിന്റെ കൂടെ ഉണ്ട്. കത്രിയല്ലേ? പറടാ, കത്രിയല്ലേന്ന് പറയടാ. ആരോട് പറയരുത്, പറഞ്ഞ ജീവിതം പറയില്ലല്ലോ. അവൾ ചത്തുപോയ എന്റെ ഭാര്യയാണടാ. ഞാൻ അറിയാതെ ചോദിച്ചു. എവിടെ? മത്തായി, മത്തായി, എങ്ങോട്ട് പോയി? എടാ എടാ, ഈ പട്ടി. ഓലപ്പിശാചി നടന്നുവല്ല. പട്ടിയൊക്കെ കിടന്നു. കത്രി, ഇത് ഞാനാ. ഞാൻ തുറക്കേ. കാത്തിരുന്ന് മുഷിഞ്ഞു ഇല്ലേ? സോറി കത്രി. അയ്യോ, കാലുപിടി, കാലുപിടി. അയ്യേ, പാൻറ്റൂരൊന്നും ചട്ടിയിട്ടിട്ടില്ല. കൊല്ലും ഞാൻ. എടാ പിശാചേ, അയ്യോ, എന്താ ഇത്? പാന്റ്. അത് മുതലാളി, ഞാൻ മിണ്ടി പോരുത്. അയ്യോ മുതലാളി, അത് പാതിരാത്രിക്ക് മാനം മര്യാദ കിടന്ന് ഉറങ്ങാൻ വരല്ലേ? നാണം മാനമില്ലാത്ത. ഓഹോ, ഞാൻ പറഞ്ഞില്ലേടി ഇവള് സമനില തെറ്റിക്കുമെന്ന്. തെറ്റിച്ചു. എന്റെ ഈശോയെ. അമ്പപ്പന്റെ ഇന്നലെ രാത്രി ഇവിടെ ഓലപ്പിശാശി വന്നതും പാൻറ്റൂരി പിശാശ് ഓടിക്കളഞ്ഞതും മകള് മറന്നില്ലല്ലോ. അമ്മച്ചി രാവിലെ കുറെ വഴക്ക് പറഞ്ഞു. നടന്ന എന്താണെന്നൊന്നും എനിക്കറിയില്ല. നിനക്കൊന്നും അറിയില്ലല്ലേ? മുതലാളി തക്ക സമയത്ത് കണ്ടുകൊണ്ട് വന്നായിരുന്നെങ്കിൽ ആ മരപ്പട്ടി മത്തായി സത്യമെല്ലാം തുറന്നു പറഞ്ഞേനെ. ഒന്ന് പോകുന്നുണ്ട് ഇവിടുന്ന്. എന്റെ പൊന്ന് കത്രി, വീട്ടില് സ്വർണ്ണക്കട്ടി ഇരിക്കുമ്പോ നീ എന്തിനാ കാക്കപ്പൊന്നിന്റെ പുറകെ പോണത്? അങ്ങനെ എന്തെങ്കിലും ആവശ്യം തോന്നിയാ നിനക്ക് എന്നോട് ചോദിച്ചാ പോരായിരുന്നു? ഞാനിവിടെ എന്തിനും തയ്യാറായി നിൽപ്പില്ലേ? അന്തപ്പച്ചേട്ടനൊന്ന് പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അമ്മച്ചെ വിളിക്കും. വിളിക്കടി, എന്നിട്ട് വേണം സത്യമല്ല എനിക്ക് തുറന്നു പറയാൻ. ഇന്നലെ രാത്രിയോടെ സംഭവിച്ചതിന്റെ പിന്നിൽ ആരായിരുന്നെന്ന് എനിക്കറിയാം. നീ ഇവിടെ എന്തിനു വന്നു? നിനക്ക് ഇവിടെ എന്താ കാര്യം? അത് നീ കൊറേ നാളായി ഈ പെണ്ണിന്റെ പുറകെ ഇങ്ങനെ ചുറ്റി കളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അയ്യോ, ഓയോ, ഇല്ലേ, അത് ശരിയായിരിക്കാം. പക്ഷെ ഇന്നലെ രാത്രി വന്നത് ഞാനല്ല. ഇന്നലെ രാത്രിയിൽ നീ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അയ്യോ, അത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത്. അമ്മച്ചി, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്. ഇവിടത്തെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാമെന്ന ഏതോ ഒരു ചാരനാണ് അവനെന്നാണ് എന്റെ വിശ്വാസം. ചാരനോ? അമ്മച്ചി ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാ. ആകാശത്ത് ആയുധം വരെ വീഴുന്ന കാലമാ. ചിലപ്പോ അമ്മച്ചിയുടെ ജീവൻ വരെ അപകടത്തിലായേക്കാം. ജാഗ്രത. ഇൻക്ലൂഡിംഗ് കത്രീന.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പൈങ്കിളി കഥകൾ വായിച്ചിരുന്ന കത്രീന എങ്ങനെയാ ബൈബിളിൽ കയറിയത്? ആ ധ്യാനം കൂടിയതിനു ശേഷം ഇതാണ് ഏട്ടാ എന്റെ അനുഭൂതി. ആഹാ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. ശ്ശോ, ആരെങ്കിലും കാണും. ആര് കാണും? ആങ്ങൾ ഇപ്പൊ ഇങ്ങ് എത്തും. അവനവിടെ ചീട്ട് കളിച്ചോണ്ടിരിക്കുക. ഇന്നൊന്നും വരത്തില്ല. അവന് കൈ കയറാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ശ്ശോ, എന്താ ഇത്? വേണ്ട ഏട്ടാ. എന്താ പിന്നേട്ടാ? കത്രീനെ കാണാൻ വന്നതാ. എന്റെ ആങ്ങൾ ഇപ്പൊ ഇങ്ങ് എത്തും. അവനെ വാസുവിന്റെ ചാരായക്കടയിൽ അടിച്ച് പൂക്കുറ്റാക്കി കിടത്തിട്ടാ വന്നത്. എന്താ ഈ കാണിക്കണേ? കുറ്റിയിട്ടത് അതല്ലേ എന്താ ഈ കാണിക്കുന്നത്? നമ്മുടെ ഭാവിയെ കുറിച്ച് സംസാരിക്കാനുണ്ട്. ശ്ശോ. നിന്നോടൊരു സുപ്രധാന കാര്യം പറയാനാ ഞാൻ വന്നത്. നിന്നെ വീശിപ്പിടിക്കാൻ ഒരു വലയുമായി ആ തെണ്ടി മത്തായി നിന്റെ പിറകെ നടക്കുന്നുള്ള കാര്യം എനിക്കറിയാം. അവനൊരു ചതിയനാണെന്നുള്ള കാര്യം എന്റെ പൊന്നു കത്രീനെ നീ മറക്ക്. മൂട്ട മൂട്ട മൂട്ട. നീ അവനെ വിശ്വസിക്കരുത്. ഒരുപാട് പെൺകുട്ടികളെ അവൻ വഴിയാധാരമാക്കിയതാ. അവനൊരു എരപ്പാളി നിന്റെ തന്ത. എന്തത്? ദൈവവചനം. സത്യം സത്യം, ഞാൻ പറഞ്ഞില്ലേ. അവൻ വഴിയാധാരമാക്കിയ പെൺകുട്ടികളുടെ ലിസ്റ്റിലേക്ക് കേൾക്കണ. മൂവാറ്റുപുഴക്കാരി ലീലാമ, ചങ്ങനാശ്ശേരിക്കാരി അച്ചാമ്മ, അങ്കമാലിക്കാരി കൊച്ചമ്മണിയും അവളുടെ വകയില് 2 അനിയത്തിമാരും, പിന്നെ നിന്റെ അമ്മ മറിയാമ്മയും. ദൈവവചനം ഇരിക്കുമല്ലേ? എന്റെ ഭാവി വധുവിന്റെ വിശ്വാസ പ്രമാണം തകരരുത്. അതുകൊണ്ടാ പറഞ്ഞത്. 6-ാം പ്രമാണം മുറുക്കെ പിടിച്ചോണം. 10 എന്റെ കയ്യിലുണ്ടടാ പട്ടി. പിന്നല്ലേ നിന്റെ 6. 3 പോലെ ഞാൻ തരില്ലടാ പുല്ലേ. കത്രീനോ, കർത്താവ് അപ്പ കട്ടിന്റെ അടിയിലുണ്ടല്ലേ? നിനക്കെന്താ കട്ടിന്റെ അടി കാര്യം? നിനക്കെന്താ കട്ടിൽ കട്ടിൽ എനിക്കുള്ളതാടാ. അതൊക്കെ പള്ളി ചെന്ന് പറഞ്ഞു. പള്ളി പറഞ്ഞെന്നെ ഈ കട്ടിലും എന്റെ ഈ കത്രീനെ ഞാൻ സ്വന്തമാക്കണം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. ഈ കഴുത്ത് എനിക്കുള്ളതാടാ. ഈ കഴുത്ത് എനിക്കുള്ളതാ. സോറി കത്രീന, നീ നോക്കിക്കോ. അടുത്ത പള്ളിപ്പെരുന്നാളിന് മുമ്പ് പള്ളിപ്പറമ്പിൽ ചാക്കോച്ചന്റെ മകൻ അന്തപ്പൻ ഈ കത്രിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കോടാം. നീ താലി കെട്ടാൻ ചെല്ലുമ്പോൾ ആ കഴുത്തിലൊരു താലി ഉണ്ടായിരിക്കുമ്പോഴാ അത് ഈ മത്തായിയുടേതായിരിക്കും. ഈ കാണാമട പരട്ടെ. എങ്കിൽ കാണാമട പട്ടി.